ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ആര്യന്റെ അമ്മ ജിസൈലിന്റെ അടുത്ത് നിന്നിട്ട് ആര്യനെ പറ്റി ഒരു ഭയങ്കരമായ രീതിയിലുള്ള ഒരു ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാ അമ്മമാർക്കും മക്കളെ പറ്റി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ അതിന് നെഗറ്റീവായിട്ടൊന്നും അല്ല പറയുന്നത്, ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. പലർക്കും മനസ്സിലായി കാണത്തില്ല എന്ന് തോന്നുന്നു. ഞാനത് മലയാളത്തിൽ പറയാം. ക്രിക്കറ്റ് കളിയും പഠിത്തവും എല്ലാം ബാലൻസ് ചെയ്ത് അവൻ ബാച്ച് ടോപ്പർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അവൻ മോളുടെ അമ്മയുടെ കാലിൽ വീണ് തൊഴുതൊക്കെ കണ്ടില്ല. അതാണ് ഞാൻ അവന് കൊടുത്ത് വളർത്തിയെടുത്ത ആ ഒരു സംസ്കാരം. അവൻ എല്ലാവരുടെയും മൂത്തവരെ ബഹുമാനിക്കാനും ഒക്കെ അവൻ അറിയാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതാണ് അവന്റെ സംസ്കാരം. ഇതൊരു മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇതൊരു ഹിന്റാണ്, ജിസൈലിന്റെ അടുത്തൊരു ഹിന്റായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. പിന്നെ ആര്യന്റെ അമ്മ ജിസൈലിന്റെ അടുത്ത് ആ ഒരു കണ്ണാന്തുമ്പി പോരാമോ പാട്ടിനെ പറ്റി പറയുന്നുണ്ട്. ആ സോങ് ജിസൈൽ പാടുന്നത് വളരെയേറെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അനീഷിനോട് അത് പാടുമ്പോൾ കൂടില്ല എന്ന് പറയുന്നത് അനീഷ് പറയുന്നതായിട്ട് ആര്യൻ പുള്ളിയുടെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം എല്ലാം ഗെയിമാണ്, അങ്ങനെ കണ്ടാൽ മതി എന്നാണ് ആര്യന്റെ അമ്മ പറയുന്നത്. പിന്നെ ജിസൈൽ പറയുന്നുണ്ട് സംടൈംസ് ഭയങ്കര കെയറിങ് ആണ് അനീഷ്, അല്ലാത്ത സമയമൊക്കെ പോക്കാണെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പം അപ്പോഴാണ് ആര്യന്റെ അമ്മ പറയുന്നത് എല്ലാം ഗെയിമാണ്, അങ്ങനെ കണ്ടാൽ മതി എന്ന്. പിന്നെ കുറച്ചു നേരം മുമ്പ് ആര്യന്റെ ബ്രദർ ആര്യന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്, ബസ് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇവര് വലിയ ഹിന്ദികളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു സാധു സ്ത്രീയാണ് ആര്യന്റെ അമ്മ. പുള്ളിക്കാരി അവിടെ ഇരുന്ന് എല്ലാവരോടുമായിട്ട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അടുപ്പം കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും എൻ്റെ ഫാമിലി ആണെന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാവരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മലയാളത്തിന്റെ ഇത്രയൊരു അറിവില്ലായ്മ കാരണം ഹിന്ദിയിൽ ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് പലതും പറയുമ്പോൾ പലർക്കും തോന്നിയേക്കാം അഹങ്കാരം, ജാട എന്നൊക്കെ തോന്നിയേക്കാം. അത് അവരവരുടെ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.